അത് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പേടിക്കണ്ട മോളോ ഇതിപ്പോ അടിയാവുന്ന എനിക്ക് തോന്നുന്നു. ഇനി മിണ്ടണോ മിണ്ടാത്തല്ലോ എത്ര മഞ്ഞപ്പൊടി ഇടാനാവോ? അത് ആശുവിന്റെ ആ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ആ സന്തോഷം നമുക്ക് കാണാൻ. Ready? 1, 2, 3, start. Hi guys, welcome back. Assalamualaikum. എന്തൊക്കെയാണ് വിശേഷം? ചോദിക്ക്. എല്ലാവർക്കും സുഖാണോ ചോദിച്ചാണ്. ഇന്ന് ആയിഷുവിന്റെ വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിന്നൊടുക്കാന്നേ ഉള്ളൂ. ആയിഷാണ് ഇന്നത്തെ എല്ലാത്തിൻ്റെ ആള്. കഴിഞ്ഞ ആഴ്ച ആയിഷ ഒരു ഫ്രണ്ടിനെ കണ്ടിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണത് കണ്ടപ്പോൾ എനിക്കും വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഷെഫിനെ ഞങ്ങൾ മെല്ലാം കൂടി തട്ടി. കാരണം എന്താ വെച്ചിട്ടാണെങ്കിൽ ആയിഷ എന്താ കുക്ക് ചെയ്ത് തരാം. എന്താ അമ്മ കുക്ക് ചെയ്ത് തരുന്നതെന്ന്? എൻ്റെ പേരെന്താ? എൻ്റെ പേരല്ലേ ചോദിച്ചേ. ഇതെന്താ? എഗ്. അപ്പൊ ഈ കുക്കിംഗ് വീഡിയോ നല്ല ആയിഷ കാണുന്നുണ്ട് കേട്ടോ. എന്താണ് എന്തൊക്കെയോ ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ എന്നോട് പറയുമ്പോ ഞാൻ കുക്ക് ചെയ്ത് തരാം അടുപ്പിക്കാൻ പറ്റുമോ നിങ്ങൾ പറയും. ഇന്ന ആൾക്കാർക്കോ പോകണം. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിച്ച് നിൽക്കുകയാണെങ്കിൽ മക്കൾ അങ്ങനെ മടി പിടിച്ച് പോകുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ എന്തേലൊക്കെ അങ്ങനെ ഉണ്ടാക്കി തിന്നോട്ടെ. ഇല്ലെങ്കിൽ ഒരു ഓംലേറ്റ് തന്നെ ഉണ്ടാക്കി തിന്നിക്കുകയാണെങ്കിൽ സമാധാനമല്ലേ നമ്മുടെ ഇടയിൽ കിടക്കുക അല്ലേ? എന്താ ഇന്ന് ക്യാമറമാൻ ഒന്നായിക്കാം. അബ്ബാസ് ഇല്ലാത്തതും കൊണ്ട് ക്യാമറമാൻ ആയതാണ്. പിന്നെ ആയിഷ പറയുന്നോളെ കുക്കിംഗ് വീഡിയോ എടുത്തിട്ടോളെ ഫ്രണ്ട്സിനൊക്കെ ഇട്ട് കൊടുക്കണമെന്നൊക്കെ അവരൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മുടിയൊക്കെ കെട്ടി വൃത്തിയായി അതിൻ്റെ അടുത്ത് നിന്നത്. അപ്പം ആയിഷ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ എഗ്ഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എടുക്കേണ്ടി നമുക്ക് എഗ്ഗ് എടുത്ത് ആയിഷ പൊട്ടിക്കോ? ആയിഷനറിയാം ഇങ്ങനെയാണോ പൊട്ടിക്കണത്? ഇങ്ങനെ പൊട്ടിക്ക് പൊന്നെ. ഐശ്വര്യ പൊട്ടിക്കുന്ന കണ്ടില്ലേ? അവൾ കോഴിമുട്ട പുഴുങ്ങിയതാണ്. എനിക്ക് മമ്മ കാണിച്ചു തരാം. ഐശ്വര്യ മിക്സ് ചെയ്യാം. ഇതെല്ലാം തന്നിക്കുന്നു. അപ്പോൾ അത് ആയിഷ 3 എഗ്ഗാണ് വേണമെന്ന് പറഞ്ഞാൽ. ഒന്ന് ഡാഡക്കും ഒന്ന് മമ്മക്കും ഒന്ന് ആയിഷുവിനും ആണോ അല്ലേ? ഇത് താഴെ തരാൻ ഓർമ്മയില്ല. അപ്പോൾ ഇതാ 3 നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കല്ലേ ഐഷു? ഐഷുവിൻ്റെ കയ്യിലാണേനാ കുറച്ചുകൂടി വലിയതായാൽ ആയിഷു സ്വന്തം പൊട്ടിക്കും കേട്ടോ. ഐഷു എല്ലാരും കാണണോ? പറയ് ഐഷുവിന്റെ കുക്കിംഗ്. എന്ത് കാണണം? ഓരോട് പറയ്. ഇനിതാ ഉപ്പിട്. പഠിച്ചോളൂ. ഓക്കെ, ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. മതി. കുറെ ഉപ്പായ രസം ഉണ്ടാവില്ല. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സിങ് നല്ലോണം അറിയാം. കണ്ടോ? ഇതെന്താ ചെയ്യുന്നത് പൈഷു? ഇത് നല്ലോണം മിക്സ് ചെയ്യാട്ടോ. ഉറക്കെ പറയും നല്ലോണം കേക്കൂ. നല്ലോണം മിക്സ് ചെയ്യാ പറയും. ഓക്കെ, നല്ലോണം മിക്സ് ചെയ്യാം. അമ്മ ഒന്ന് മിക്സ് ചെയ്ത് തരാം. തൂക്കയ്ക്കും. നമ്മളിങ്ങനല്ല ഓരോ കാര്യങ്ങളും മക്കൾ ചെയ്യുന്നത് കണ്ടാൽ തൂക്കയ്ക്കും മേലാകയ്ക്കും എന്ന് വിചാരിച്ച് നമ്മൾ കൂടി കൊടുക്കും. അപ്പോൾ പിന്നെ വലുതാണതിനനുസരിച്ച് അവർക്ക് മടിയാവും. ഉമ്മ എന്നെ ചെയ്തോട്ടെ അല്ലെ ഡാഡന്നെ ചെയ്തോട്ടെ എന്നൊക്കെ അല്ലേ? അങ്ങനെ ആയിപ്പോയ ഒരാളിവിടെ ഉണ്ട്. ഞാൻ അല്ല കേട്ടോ, ഞാനല്ല, വേറൊരാളാ. നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുക അല്ലേ? എന്നാൽ മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യാണ്ട്. ഓക്കെ, ഇതെടുക്കാൻ മാറ്റി വെക്കണ്ടേ? ഇടയ്ക്ക് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ഐശ്വര്യ അത് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനുണ്ട് കേട്ടോ. കഴിഞ്ഞ ഒന്ന് പരിഗണിക്കണേ. ഐശ്വര്യ ഇന്നലെ മാങ്ങ കട്ട് ചെയ്തിനല്ല ഐശ്വര്യ അറിയോ കട്ട് ചെയ്യാൻ? ഇത് ഫസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്ക്. കത്തിയൊക്കെ പിടിച്ച് ഞങ്ങൾ കണ്ടില്ലേ? തല കുത്താൻ ഇങ്ങനെ പിടിക്കുന്നാലേ മുറിയോ. ഇത് കട്ട് ചെയ്ത് ഒഴിവാക്ക്. കട്ട് ചെയ്യ്. അങ്ങോട്ട് മുറിക്കേ. ഇവിടെ പിടിച്ച് മുറിക്ക. മുറിക്കായിട്ട് അവൾ കൈ കൊണ്ട് പൊട്ടിച്ച് മുറിച്ച്. ഇനി ചെറിയ പീസാക്കി മുറുക്കി. ഇങ്ങനെയല്ല മുറിക്കേണ്ടി അമ്മ മുറിച്ച് തരാം. അങ്ങനെ മുറിച്ച് തരാം. ഞാനെടുത്ത കൈ ഓള് വലത്തെ കൈ ഞങ്ങൾ തമ്മിലുള്ള തല്ലയിക്കണി. ഇതാ മുറിക്കുന്നത് കണ്ടോ ഐഷു? കൈ മുറിക്കല്ലേ? ഓക്കേ, മുറിച്ചിട്ടോ.
ഇതാ മുക്കാൽ ഭാഗം മുറിഞ്ഞ ബാക്കി നല്ല കട്ടി കുറച്ച് മുറുക്കി കട്ടി കുറച്ചൊക്കെ മുറുക്കിയുണ്ട് കേട്ടോ. കണ്ടിട്ട് ആയിക്കോട്ടെ, ഇനി മമ്മാക്കി തരാം. കൈ മുറിയേക്ക് കുറച്ചുകൂടി വലിയായിട്ട് ഐശുവിന് കട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ, അങ്ങനെ കട്ട് ചെയ്യണ്ടേ, കൈ ഇവിടെ വെച്ചിട്ട്. ഐശുവിന് കട്ട് ചെയ്യാൻ അറിയൂല. ഐശു അറിയൂലേ? എന്നാ കട്ട് ചെയ്യ്. അപ്പം അങ്ങനത്തെ ഒന്ന് ഫുള്ള് കട്ട് ചെയ്തെടുക്കട്ടെ. തിരിച്ച് കത്തി തിരിച്ചു കൂടി, കത്തി തിരിച്ച് കഴിയുമ്പോ അപ്പൊ ആയിഷു വേർത്തു പോയി. ഫാൻ ഇടാണ് ആയിഷു. അപ്പൊ അതാ ഫുള്ള് ഞങ്ങൾ എടുത്തില്ല കേട്ടോ, ചെറിയൊരു പീസ് മാറ്റി വെച്ചത് അങ്ങനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിക്കണം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടോ. അല്ല, ഇതെന്തായിരുന്നു? ഇതെന്താ? ഇത് മുളകല്ല, ഇതെന്തായിരുന്നു? ഉപ്പ്. ഉപ്പ്. ആയിഷു ഇനി ഇതാക്കണത് എന്ത് പൊടി ആയിഷു? ഇത് മുളക് പൊടി, ഇത് മഞ്ഞൾപ്പൊടി. എല്ലാം ഓക്ക് മുളക് പൊടിയാ. പക്ഷെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ കണ്ടാക്കെ മനസ്സിലാവും കേട്ടോ. മറ്റേ ട്രെൻഡ് എന്തോരാടുന്ന കുറച്ചിട്ട മോളെ, ഇത്ര വേണ്ട, കുറച്ച് മതി. കുറച്ച് മാമ എടുത്തു തരാം. ഇതിപ്പോ അടിയാവുന്ന എനിക്ക് തോന്നുന്നു. ഇനി മിണ്ടണോ മിണ്ടാത്തല്ല, എത്ര മഞ്ഞൾപ്പൊടി ഇടാനാവുമോ? അത് ഇട്ടാ മതി. ഇതിട്ടോ, ഇതന്നെ അവളെ കുക്കിങ്. ഓക്കെ മതി. ഇനി എരിയാ ചെയ്യത്. നമുക്ക് ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് മറ്റേ സാധനം ആക്കണ്ടേ. അപ്പൊ മഞ്ഞപ്പൊടി ഏതായാലും ഇട്ടിക്കണ. ഞാൻ കുഴങ്ങിപ്പോയി മഞ്ഞപ്പൊടി ഇടിച്ചമ്പോൾക്ക്. എന്തോരാ പാറിയത്. ഇനി അടുത്ത എന്താ ഇടേണ്ടത്? ഇതെന്താ? ഇത് മുളക് പൊടി. മലയാളം എങ്ങനെയോ പഠിക്കട്ടെ. എത്ര വേണ്ടായിരിക്കും? കുറച്ചെടുത്തോ. അവൾ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ, അറിയാമ്മ തിന്നാല്. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യം മിക്സ് ചെയ്യാനാവോ? കുറച്ച് കൈ എരിയുമ്പോൾ നിർത്തിക്കോളൂ. അപ്പം നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. മമ്മ വെള്ളം ഒഴിച്ച് തരാം. ആവശ്യം മിക്സ് ചെയ്യൂലേ? കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഉപ്പൊന്ന് നോക്കട്ടോ. ഉപ്പ് റെഡിയാ? ഞാൻ നോക്കിനോ? വേടാ, വെറുതെ പറയാ. ഓള് നോക്കിയിട്ടൊന്നുമില്ല. എല്ലാം മിക്സ് ചെയ്യാൻ നല്ല ഉഷാറാട്ടോ. എന്നിട്ട് നമ്മളിത് എന്താ ചെയ്യേണ്ടത്? ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്താക്കാൻ വേണ്ടിയ? കുഴച്ചിട്ട് ടിഷ്യൂല് തൊടിക്കല്ല, ഇത് കഴുകണം. വാഷ് ചെയ്യണോ? വാഷ് ചെയ്യാം. ഞാൻ കയ്യും രണ്ടാളൊന്ന് വാഷ് ചെയ്ത് വരട്ടോ. ആവശ്യം പെരിയാനും മതി. പെരിയാണ് ഇവിടെ ഇരുന്നാലോ. കൈയൊക്കെ കഴുകി ഞങ്ങൾ ഇതൊന്ന് ഫ്രൈ ചെയ്യട്ടെ. എന്തോ തിരക്കോ നാനാന്ന് ചെല്ലിട്ട്. ആ സൈഡിലേക്ക് നിൽക്കാൻ സ്ഥലമില്ലല്ലേ? ഫാന് ചൂടാണ് സമയത്ത് ആവശ്യം നല്ല 2 വരി പാട്ട് കേട്ടോ. ആവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കയിലേക്ക്. എൻ്റെ ഇടയിൽ ഡാഡ ആവശ്യം ഒന്ന് തെറ്റി. ആവശ്യോ ഡാഡക്ക് ഞങ്ങൾ സാധനം കൊടുക്കൂല. വെളിച്ചെണ്ണ പറഞ്ഞ് പാന് നല്ല ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അശ്വിന് ഇതൊന്നും പറയാനിപ്പോൾ അറിയായിട്ടാ. കുറച്ച് കഴിഞ്ഞാൽ അവൾ അടിപൊളിയായിട്ട് സംസാരിക്കില്ല. അശ്വു നമ്മളിതിലേക്ക് ഈ വൈദ്യന ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് പുരട്ടി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അശ്വിടുവോ? എന്നിട്ടോ കൈ ഇടരുതേ, വെളിച്ചെണ്ണ തെറിക്കരുതേ. കേട്ടോ, പേടിക്കണ്ട. ഇട്ടല്ലോ. ഒന്നിട്ട്, ഒന്ന് മമ്മിട്ട്, ഒന്ന് ആയിഷിട്ട്. മെല്ലെ ഇടും മോളോ. 2 ഇട്ട് എന്തോ വലിയ സംഭവം വേറിയ. എല്ലായിടത്തും അമ്മന്റെ കൈകൾ വേണം. ആട്ടോ ഒന്നിന്റെ മേലെ കഴിപ്പോയി. സാരല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഈ ദോശ നടനോണ്ട് ഞങ്ങൾ പണിക്കാം അല്ലേ? നടന്ന് കൊടുക്കൂല ലൈറ്റാല് ഫ്രൈ ചെയ്ത് തരൂല. അതോള് പറയൂല. അപ്പൊ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കല്ലേ ഐശു? ചൂടുള്ള സാധനല്ലേ, എന്നെ കൊണ്ട് ഇടിച്ചൂടല്ലോ. അല്ലെങ്കിൽ ഞാൻ അതും അവളെ കൊണ്ട് ചെയ്യിക്കാനും. ഇതിന്റെ ഒരു ട്രെയിനിങ്ങും കൂടിയാണ് കേട്ടോ. അതിന്റെ ഒരു ട്രെയിനിങ്ങും കൂടി. ഒന്ന് മറിച്ചിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ.
മമ്മാക്കി തരാം പറ്റും. മമ്മാക്കി തരാം. കൈ ചൂട് കൊള്ളു കേട്ടോ. എനിക്ക് തന്നെ ആകണില്ല. എന്നിട്ട് എനിക്ക് അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വൈദിന നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുക്കാന്ന് സോറി, ഒക്കെ എന്നോട് മറന്നുപോയി. രണ്ടാളെയും കൂടി നിയന്ത്രിക്കണല്ലോ. ഞാൻ വീഡിയോ എടുക്കാണ്ട് കഷ്ടപ്പെടണല്ലോ, എന്നാലല്ലേ മോള് നല്ലൊരു കുക്കറാവും. അപ്പം നമ്മൾ ഇതിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതിലുള്ള വെളിച്ചെണ്ണ തന്നെ നമ്മളെ എനിക്ക് ഒഴിക്കണം. അപ്പം ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. നമ്മളതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉള്ളു. ആ ഒഴിച്ചോ. ഓ ഞാൻ മതി മതി മതി, കുറേ ആയാൽ രസം ഉണ്ടാവില്ല. എന്നാ അങ്ങനെയല്ല, അതൊന്നായിട്ട് പറഞ്ഞോ, ഒന്നായിട്ട് ഒഴിച്ചോ. അപ്പോൾ ഫുള്ള് ഒഴിക്കുക. ഓ ആയിഷു ഇന്നങ്ങോട്ട് കൂടി തരികയല്ലേ ആയിഷു? ആയിഷ ഇനി നാളെ സ്കൂളിൽ പോണേരം എന്തൊക്കെയോ ഉണ്ടാക്കി കൊണ്ടുപോകുമല്ലോ അല്ലേ? ഫ്രണ്ട്സൊക്കെ ചോദിക്കും ആയിഷുവിന് കുക്ക് ചെയ്യാനൊക്കെ അറിയുമോ? അപ്പോൾ കോഴിമുട്ട ഒന്നിങ്ങനെ ആയതിന് ശേഷം പറഞ്ഞിട്ട് നമ്മൾ ഈ വൈദ്യൻ അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് കുക്കായിക്കോട്ടെ എഗ്ഗ്. ലേശു ഓരോന്നെടുത്ത് വെക്ക്. അത്ര ചൂടൊന്നുമില്ല, കുറച്ചൊക്കെ ചൂടൊക്കെ സഹിക്കണം നമ്മൾ പെണ്ണുങ്ങൾ കേട്ടോ. വെച്ചോ, അതിലേക്ക് വെച്ചോ, ഇതിലേക്ക് വെക്ക്. ഒക്കെ അറിയ എന്താക്കുക ചെയ്യാ. ഇതവിടെയൊക്കെ നന്നാക്കി വെക്ക്. ചൂടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനല്ല ഇഷു, ഇതിലേക്ക് വെക്ക്. ഓക്കെ, ഇതോളെ എടുത്തിടുമ്പോഴേക്ക് കുറച്ചൊരു സൈഡൊക്കെ കുക്കായി പോയി കേട്ടോ. ഓ തുടച്ചാൾ ആയിക്കൊണ്ടിരിക്കാണ്. എന്തായി എന്തായി? ടേസ്റ്റ് ഉണ്ടാവുമോ? എന്തായി? ടേസ്റ്റ് ഉണ്ടാവോ ഡാഡേ? ടേസ്റ്റ് ഉണ്ടാവോ ചോദിക്കട്ടെ. ഉണ്ടാവോ? അടിപൊളിയായി പീസിലടിക്കുക ആയിഷു. ഇതൊന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്താണ് ശരി, ഞാൻ ഏതായാലും ഇങ്ങനെ മറിച്ചിടട്ടെ. ഓംലേറ്റ് വെച്ചാൽ വൈദ്യനൊന്നും ഇവര് അല്ലാതെ അങ്ങനെ കഴിക്കൂലല്ലോ. അപ്പോൾ വൈദ്യന ഇതിന് പകരം ക്യാരറ്റോ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിക്കാണ് അങ്ങനെ വലിയ കഴിക്കും. ക്യാപ്സിക്കം ഒക്കെ ഇട്ടോ. ഇവിടെ നിന്ന് ഇത് മാത്രമേ ഉള്ളതിന് അതിനെക്കൊണ്ട് ഞാൻ വൈദ്യന തന്നെ വെച്ച് തിന്നു. വൈദ്യന നമ്മൾ അധികം വാങ്ങലേ അല്ല. ഇതാ ഇത് ഒന്നാഴ്ച വെളുക്കിയും കൊണ്ട് പോയി, ബാക്കിയൊക്കെ അതിൽ തന്നെ അങ്ങനെ നിന്നോളൂ. അപ്പോൾ ഒരു വെറൈറ്റി ഓംലേറ്റ് ആയി. ഇതിൻ്റെ കൂടെ നമ്മൾ ചായ അശ്വം കൊണ്ട് ഉണ്ടാക്കിക്കണോ? പകരം ജ്യൂസാട്ടോ. പക്ഷെ എടുത്തത് ഇത് കുടിക്കാറുണ്ട് കേട്ടോ. അശ്വനൊരു ഗിഫ്റ്റ് തരേ കേട്ടോ. അമ്മ എനിക്കൊരു ഗിഫ്റ്റ് തരും നീ കുക്ക് ചെയ്താലെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഗൈസ് ഇന്ന് ആയിഷുവിന്റെ കുക്കിംഗ് ആയിരുന്നു ഗൈസ്. കുടിക്കല്ല, അവള് കുടിച്ച് പിന്നെ അതിന്റെ അപ്പുറം തന്നെ ചെറിയൊരു ഗിഫ്റ്റ്. ആയിഷു എപ്പോഴും പറയും ഗിഫ്റ്റ് എന്തെങ്കിലും വേണം, സർപ്രൈസ് ഭയങ്കര ഇഷ്ടം ആയിഷുവിന് സർപ്രൈസ് എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാനും ഷെമി ഒന്ന് കുറച്ച് മുമ്പ് ഒരു കാര്യത്തിന് വേണ്ടി പുറത്തു പോയി. ആ കാര്യത്തിന്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദിവസം പറയാം. കാരണം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഷെമിന്റെ ചുരിദാറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആകുന്നവർക്ക് ആവട്ടെ. അപ്പൊ ആ വീഡിയോ ഞാൻ പറയുന്നുണ്ട്, അടുത്തതായിട്ട് ആ വീഡിയോ ചെയ്യാം അല്ലേ. എന്തായാലും 2-3 വീഡിയോന്റെ ഉള്ളിലായിട്ട് ആ വീഡിയോ ചെയ്യാം. അപ്പോൾ ഏതായാലും പിന്നെ അപ്പോൾ ഞങ്ങൾ ആ കാര്യത്തിന് പോയ സമയത്ത് അവിടെ ചെറിയൊരു സംഭവം കണ്ട്. അപ്പോൾ ഷെമി പറഞ്ഞ് ആയിഷു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സമ്മാനം ഓരോ ഗിഫ്റ്റ് ഇങ്ങനെ പറയുമല്ലോ, സർപ്രൈസ് വേണം. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് സെറ്റ് ആക്കിയാലോ എന്ന് പറഞ്ഞു. ഒന്നുമില്ല, പക്ഷെ എന്നാലും ആയിഷുവിന്റെ ആ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം നമുക്ക് കാണാൻ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണ്ടി എന്താ പറയാ, കുറച്ച് എന്താ പറയാ വെജിറ്റബിൾ ഒക്കെ ആഡ് ചെയ്താൽ നല്ലതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ടേസ്റ്റ് ഉണ്ടോ? മീശ വന്നിക്കണല്ലോ ആയിഷുക്ക്, മീശ വന്നിക്കണല്ലോ. ഒരു പീസ് ഡാഡ കൊണ്ടാ, ആയിഷ ഉണ്ടാക്കിയതല്ലേ, ഡാഡ ഒരു പീസ് കഴിക്കട്ടെ തരുമോ? നോക്കണേ മക്കളൊരിത് തിന്നാനുള്ള കൈ നട വെച്ച് പിന്നെ കൈ ആക്കി വാഷ് ചെയ്ത് വാ കൈ. ഓ പറയുന്നൊക്കെ കേക്കുണ്ട്.
എന്താ അവിടെ എത്തുവോ ആയിക്കോ? അവിടെ എത്തുവോ ഓ എന്താ സന്തോഷല്ലേ വാ ഓക്കെ ഇനി ഫുഡൊന്നും വേണ്ട അതെന്താന്നൊന്ന് പൊട്ടിച്ചോക്ക ആയിഷ ഇവിടെ ഇരുന്ന് പൊട്ടിച്ചോക്ക് ദീന വേണ്ടി ഇത്ര ടൈമായി അറിയാം ഞങ്ങൾ നേരത്തെ അവള് ഉറങ്ങാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞേ ഐഷു എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ നീ ഉറങ്ങിയാലേ എനിക്ക് തരും എന്ന് പറഞ്ഞു അങ്ങനെ മമ്മക്ക് താങ്ക് യു ഒന്നുമില്ലേ മൈക്ക് കൊടുക്ക് മമ്മക്ക് താങ്ക് യു ഇല്ല താങ്ക് യു ഞാൻ കേക്കില്ല സൗണ്ട് ഇല്ല താങ്ക് യു മമ്മ കഴിച്ചൂടാനോ അത് ചൂടന്നെ രസം ഉണ്ടാവില്ലേ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇതായിട്ട് ഇവിടെ ഞാനൊന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മുട്ടായി പറ്റൂടെ മുട്ടായി തോന്നുന്നു കഴിഞ്ഞോളാം കുഴപ്പമൊന്നുമില്ല ഇതെന്തായി കഴിച്ചു മുട്ടായി മുട്ടായി ആണ് അവള് പറയുന്നത് ചോക്ലേറ്റ് അല്ല ഓക്കെ ഇനി ഏതായാലും പൊളിച്ചോക്ക് എന്താണെന്ന് ബാക്കോട്ട് ഇരിക്കും ബാക്കോട്ട് അതിലെന്താ നോക്ക് എന്തായിരിക്കും അത് ചോക്ലേറ്റിന്റെ ഒരു ഇത് ഈ സാധനം എന്താ ആയിഷോട് ജ്യൂസ് കുടിക്കാന് കപ്പ് കയ്യോട്ട് കപ്പ് കാണട്ടെ കാണിച്ചു കൊടുക്കവർക്ക് ഇതാ ഇത് വെള്ളം കൂടി വളരെ കുറവാ അപ്പൊ ഞാൻ വിചാരിച്ചത് കണ്ടപ്പോ ഒരു ഉപകാരം ആവുന്നു ഈ ഒരു ജാർ പാർന്നു കൊടുത്തത് കഴുകണം കഴുകിയിട്ട് മമ്മ ഇഷ്ടായോ ഇനിയുണ്ടോ നോക്ക് അടുത്ത് നോക്ക് ഇഷ്ടായിക്കുന്നത് നാളെ പറയുന്നുണ്ട് വാങ്ങാൻ പക്ഷെ ഇതിന്റെ വേറൊരു മോഡലേ അവള് പറഞ്ഞ അത് അവിടെ ഇല്ലെന്ന് പിന്നെ ഞാൻ വിചാരിച്ചത് പൊട്ടണായത് കൊണ്ട് വേറെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ മൂടി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കേടുവരുമെന്നല്ലാണ്ട് ഇനിയില്ല ജ്യൂസ് കുടിക്കുന്നത് മമ്മിയിലെടുത്ത് കൊണ്ടുവരാം കേട്ടോ ഓക്കെ അടിച്ചാ സ്കൂൾ പോകുമ്പോ ഇതിന് ഈ ക്രെഡിറ്റ് എനിക്ക് എന്നാ ഫുള്ള് പാക്ക് ചെയ്യാൻ ഒരു ഒഴിവില്ലാതെ ഞാൻ പറഞ്ഞതല്ലോ അപ്പൊ ഐശ്വര്യ ഗിഫ്റ്റ് കിട്ടിയ ബോട്ടിൽ ആയിഷ വെള്ളം കുടിക്കുന്നു ഇനിയിപ്പോൾ നാളെ തൊട്ട് സ്കൂൾ കൊണ്ടുപോയിട്ട് വരുവില്ലേക്കും കാരണം അവിടെ കൊണ്ടുപോയാൽ അത് പൊട്ടിച്ചാളല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ ഞങ്ങൾ പറഞ്ഞല്ലോ ഡ്രസ്സിൻ്റെ കാര്യത്തിന് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിന് പുറത്തു പോയി പിന്നെ വന്നതിന് ശേഷം ഫുഡ് കഴിച്ച് ആവശ്യം വന്ന് പിന്നെ അതാ വൈകുന്നേരം ചായക്ക് പകരം ജ്യൂസ് ആക്കിയേ ഉള്ളൂ ഷെഫിൻ്റെ തൊള്ളയിൽക്കൊന്ന് തിരികെ കൊടുക്കട്ടെ ഓ ഓക്കെ കണ്ടോ ഓള് ഫുള്ള് അങ്ങനെ ആയതുകൊണ്ട് ഓള് കുടിച്ചല്ലോ വെള്ളം കൂടി കുറവാണ് മക്കൾ മഴ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ വെള്ളം കുടിക്കൂല ഞാൻ എന്നാ ടീച്ചറെ വിളിച്ച് പറഞ്ഞ വെള്ളം കുടിപ്പിക്കാൻ ഒരു പറഞ്ഞ് നന്നായിക്കാൻ ഞങ്ങൾ മഴ ആയതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കൂലല്ലോ കൊണ്ടുപോകണ വെള്ളം കൂടി കൊണ്ടുവരിക എന്നിട്ട് പിന്നെ യൂറിനൊക്കെ എന്തോ ഒരു കളർ വ്യത്യാസം വന്നിരുന്നു അപ്പോൾ ഓക്കെ ഞങ്ങൾ ചായ ഇതൊക്കെ കുടിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അടിപൊളിയായിരിക്കും